GIS ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം നമ്മുടെ മാപ്പിൻ്റെ ഡാറ്റാസ് GISലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാപ്പ് ഓപ്പൺ ഡാറ്റ കേരള ഈ ഒരു സൈറ്റ് എടുക്കാം. അതിൽ നമുക്ക് കേരളത്തിലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അതിൻ്റെ എല്ലാം ബോർഡേഴ്സും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കിട്ടും. ഏറ്റവും സൈഡിൽ സെർച്ച് ബട്ടൺ ഉണ്ട്, അവിടെ നമുക്ക് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാ നമുക്കിവിടെ ഉള്ളിയേരി പഞ്ചായത്തിൻ്റെ ബൗണ്ടറീസും കാര്യങ്ങളൊക്കെ കിട്ടി. ഈ സൈഡിൽ നമുക്ക് വേണ്ട ഡാറ്റാസ് എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ബൗണ്ടറീസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ വാർഡ് ബൗണ്ടറീസ് കൊടുക്കാം. പോലീസ് സ്റ്റേഷൻ ഇല്ല, അത് വേണ്ട. പിന്നെ നമുക്ക് റോഡ്സ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അവിടുത്തെ റോഡ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നൊക്കെ അവിടെ റോഡാണ്. അപ്പം തൽക്കാലം അതൊന്ന് അൺടിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സ്കൂൾസ് കൊടുക്കാം. അപ്പോൾ അവിടുത്തെ സ്കൂൾസ് നമുക്ക് കാണാൻ പറ്റും. കോളേജസ്, ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ് ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് അപ്ലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ട ഡാറ്റാസൊക്കെ ഇങ്ങനെ ടിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഫയൽസ് ഡൗൺലോഡ് ആവും. എല്ലാ സിസ്റ്റത്തിലും ഇങ്ങനെ ഒറ്റയടിക്ക് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ആവണമെന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇൻഡിവിജ്വലി ബാക്കിയൊക്കെ അൺടിക്ക് ചെയ്തിട്ട് ഓരോന്നും ഇൻഡിവിജ്വലി സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ഫയൽസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ QGIS ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വിൻഡോ ഉണ്ടാവുക. അതിൽ നമുക്ക് പ്രോജക്റ്റ് കൊടുത്തിട്ട് ന്യൂ പ്രോജക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് സ്ക്രീൻ ഇതുപോലെ വരും. ഇനി ഏറ്റവും മുകളിൽ കാണുന്ന ഈ സൈഡ്, ഈ ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത നമ്മുടെ ഫയൽസ് ഒക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഏത് ഡ്രൈവിലേക്കാണോ ഡൗൺലോഡ് ചെയ്തിട്ടത് അതിനകത്ത് നിന്ന് എടുക്കാം. എൻ്റെ D ഡ്രൈവിൽ GIS എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ഞാനിത് ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. നമുക്ക് നേരെ താഴെ ലെയേഴ്സിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഇതാ വാർഡ് ബൗണ്ടറി ആഡ് ലെയർ കൊടുക്കാം. സ്കൂൾസ് ഉണ്ട്, പോസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റല്, കോളേജ്, പിന്നെ ക്ലിനിക്ക്, ബൗണ്ടറീസ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം താഴെ ഈ ലെയേഴ്സിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. ഇവിടെ ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് ബൗണ്ടറി എന്ന് പറഞ്ഞിട്ട് റോസ് കളറിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് വരും. ഒരു ഫയൽ വന്നു കഴിഞ്ഞാൽ അത് തന്നെ മുകളിൽ ഇങ്ങനെ ഒരു റൗണ്ടഡ് ആയിട്ട് ഡോട്ടഡ് ആയിട്ട് കാണിക്കും. രണ്ടെണ്ണം കണ്ടു എന്ന് വിചാരിച്ച ഉടനെ എല്ലാം കൂടി എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയരുത്. ഇനി ഇവിടെ നമ്മളൊരു ഓർഡറിൽ വേണം ഇത് കൊടുക്കാൻ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഏറ്റവും താഴെ XYZ ടൈൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ സാറ്റലൈറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് ഗൂഗിൾ സാറ്റലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാപ്പ് ഇതേപോലെ നമുക്ക് സാറ്റലൈറ്റ് വ്യൂവിൽ കിട്ടും. ഇനി ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് ആണെങ്കിൽ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി ഈ ലെയേഴ്സ് നമ്മളൊരു ഓർഡറിൽ വേണം കൊടുക്കാൻ. നമ്മൾ ഇപ്പം ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ലെയർ ഇപ്പം നമുക്ക് വേണ്ട, അത് ഡിലീറ്റ് ചെയ്യണം എന്നാണെങ്കിൽ അതിലിങ്ങനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്നതാണ് ഡിലീറ്റ് ബട്ടൺ. അത് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. 2 ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് വന്നുപോയി. അപ്പോൾ ഒരെണ്ണം ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണേ, അത് പോയിട്ടുണ്ടാവും. ഇനി ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് ഏറ്റവും താഴെ കൊടുക്കുക കേട്ടോ. എങ്കിലാണ് നമുക്ക് ഇങ്ങനെ കാണുള്ളൂ. ഈ ലെയേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. എങ്കിലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത എല്ലാ ഡാറ്റാസും നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബൗണ്ടറീസ് കൊടുക്കാം. പിന്നെ വാർഡ് ബൗണ്ടറി, സ്കൂള്, കോളേജ്, ഈ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് പോവാം. അപ്പം നമുക്കിങ്ങനെ മാപ്പ് കിട്ടും. ഇനി നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പം നമുക്കിത് കണ്ടാൽ അറിയാം. ഇതിനകത്ത് ഇപ്പോൾ ഇത് കണ്ടോ, ഉള്ളിയേരി പഞ്ചായത്ത് വാർഡ് ബൗണ്ടറി റോസ് കളറിലാണ് കൊടുത്തേക്കുന്നത്. അതാണ് ഇവിടെ മൊത്തം ഈ കാണുന്നത്. ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാം, ബോർഡർ നമുക്ക് മാറ്റാം, അതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ വാർഡ് ബൗണ്ടറിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിംബോളജി ഓപ്പൺ ആയിട്ട് വരും. കണ്ടല്ലോ, ഇതിൻ്റെ കളർ ഈ പിങ്ക് കളറാണ്. ആ കളറാണ് ഇവിടെ ഫില്ലായിട്ട് കിടക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളർ മാറ്റാം. എന്നിട്ട് അതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു കളർ ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമുക്കത് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. ഇനി ഇപ്പം ഇത് സിമ്പിൾ ഫില്ലിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ആ കളർ ഇങ്ങനെ ഫില്ലായി കിടക്കുന്നത്. അതിന് പകരം വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിമ്പിൾ ഫില്ല് മാറ്റി നമുക്ക് വേണമെങ്കിൽ ലൈൻ പാറ്റേൺ ഫില്ല് കൊടുക്കാം. അന്നേരം അതെന്താവും, ലൈൻ പാറ്റേണിൽ വരും. ഇതാ കണ്ടോ, ഇങ്ങനെ ലൈൻ പാറ്റേണിൽ വന്നു. ഇനി ഉള്ളിയേരിൻ്റെ ബൗണ്ടറി അതും പിങ്ക് കളറാണ്, സിമ്പിൾ ഫില്ലാണ്. അത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കളറും മാറ്റാം. സിമ്പിൾ ഫില്ല് എന്നുള്ള രീതി മാറ്റിയിട്ട് വേണമെങ്കിൽ ഇതേപോലത്തെ ഹാച്ചോ അങ്ങനത്തെ എന്തെങ്കിലും കൂടി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം.
ഇപ്പൊ കണ്ടോ ഈ രീതിയിലായി. ഇത് കാണാൻ വലിയ വൃത്തിയില്ല, നമുക്ക് മാറ്റാം. അതിന് പകരം നമുക്ക് ഈ ഒരു ഔട്ട്ലൈൻ ബ്ലൂ കൊടുക്കാം. അപ്പൊ അതാ കണ്ടില്ലേ, ഉള്ളേരി പഞ്ചായത്തിന്റെ ബൗണ്ടറി ബ്ലൂ കളറിൽ വന്നു. അതിനുള്ളിലെ പഞ്ചായത്ത് നമ്മളിങ്ങനെ ലൈൻ ഹാച്ചായി കൊടുത്തു. ഈ രീതിയിലൊക്കെ നമുക്ക് അത് മാറ്റാൻ വേണ്ടി പറ്റും. ഇനി നമുക്കായിട്ട് പുതിയൊരു ഷേപ്പ് ലെയർ ആഡ് ചെയ്യണമെന്ന് വെച്ചോ, അതായത് ഇതൊക്കെ നമ്മളിപ്പോൾ മാപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാ, പുതിയ എന്തെങ്കിലും ഒരു ഡാറ്റ നമുക്ക് ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് MMC ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. MMC ഈ പഞ്ചായത്തിലല്ല, പക്ഷെ നമുക്ക് ആഡ് ചെയ്യാം. എങ്ങനെ ഒരു പുതിയ ഷേപ്പ് ഫയൽ ആഡ് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ ഈ ഓപ്ഷൻ, ഇതാണ് ന്യൂ ഷേപ്പ് ലെയർ. അത് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഫയൽ നെയിം കാണും. ഇവിടെ ഓടി ടൈപ്പ് ചെയ്യരുത്, അതിന് പകരം ഇവിടെ 3 ഡോട്ട്സ് കണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഫയൽ നെയിം കൊടുക്കേണ്ടത്. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാട്ടോ ഇവിടെ ഉള്ളത്. നമുക്ക് അതുകൊണ്ട് അത് MMC3 എന്ന് കൊടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ MMC കൊടുത്താൽ മതി. സേവ് അടിച്ചു കഴിഞ്ഞാൽ ഇതാ കണ്ടോ MMC3.shp ഈ രീതിയിൽ ഫയൽ അവിടെ സേവ് ആവും. ഓക്കെ, പിന്നെ പ്രൊജക്ഷൻ ഒക്കെ കറക്റ്റ് തന്നെയല്ലേ നോക്കുക. ഈ ജിയോമെട്രി ടൈപ്പ് പോളിഗൺ കൊടുക്കുക. ബിൽഡിങ്സ് നമ്മൾ പോളിഗണിലാണ് കൊടുക്കുന്നത്. വീണ്ടും അവിടെ നെയിം ടൈപ്പ് ചെയ്യുക MMCന്ന്, എന്നിട്ട് ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് കൊടുക്കുക. അപ്പം അതവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ കൊടുക്കുക. അങ്ങനെ ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതേ കണ്ടോ നമ്മൾ ആഡ് ചെയ്ത ലെയറിൽ ഇവിടെ MMC ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പുതിയൊരു ഷേപ്പ് ലെയർ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഏരിയ കാൽക്കുലേഷൻ ആണ്. എങ്ങനെ ഒരു ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം നമ്മുടെ കോളേജാണിത്, നമുക്ക് ഈ സ്കൂളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതൊരു സ്കൂളാണ്. അപ്പം അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ കണ്ടോ യെല്ലോ കളറിൽ കാണിച്ചേക്കുന്നത് സ്കൂളാണ്. അതിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലുള്ള സ്കൂളുകളുടെ എല്ലാ ഡീറ്റെയിൽസുമാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പം അതിൽ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് പാലോറ ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ സ്കൂളാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ പെൻസിലിൻ്റെ സിമ്പൽ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ, ഈ പെൻസിലിൻ്റെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് പോളിഗൺ ഫീച്ചർ, ഇത് കണ്ടോ, ഇതെടുക്കുക. എന്നിട്ട് ഇപ്പം ഇങ്ങനെ റൗണ്ട് കളറിലൊരു കഴ്സർ നമുക്ക് വരും. അത് വെച്ചിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ടതിൻ്റെ ഓരോ അറ്റവും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, തുടക്കം മുതൽ എൻഡ് വരെ. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അന്നേരം നമുക്കിതുപോലത്തെ ഒരു ബോക്സ് വരും. ഓക്കെ, സിറ്റി ഒന്നും കൊടുക്കണ്ട, എമ്യൂണിറ്റി നമുക്ക് കൊടുക്കാം. സ്കൂളെന്ന് കൊടുക്കാം, ID 1 എന്ന് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ സ്കൂളിൽ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ, ഇതാണ് നമ്മൾ കൊടുത്തത്. ഇതാ കണ്ടോ എമ്യൂണിറ്റി സ്കൂള് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ നോക്കിക്കേ, ഇവിടെ നെയിം അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉള്ളൂ. ഏരിയ എന്ന് പറഞ്ഞൊരു കോളം വന്നിട്ടില്ല. നമ്മൾ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഈ കാണുന്ന സംഭവം കണ്ടോ, ആഡ് ന്യൂ ഫീൽഡ്, അത് കൊടുക്കുക. നമ്മൾ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ഇതാ കണ്ടോ ഏരിയ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കോളം ക്രിയേറ്റ് ആയി വരും. ഇനി ഓപ്പൺ ഫീൽഡ് കാൽക്കുലേറ്റർ, അതാണ് എടുക്കേണ്ടത്. ആ കാൽക്കുലേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. വീണ്ടും ഇവിടെ ഏരിയ എന്ന് നെയിം കൊടുക്കുക. എന്നിട്ട് ഏറ്റവും മുകളിൽ അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് ഫീൽഡ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴത്തെ ബോക്സിൽ നമ്മൾ 1, 2, 3 ഏരിയ അത് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ ഒരു സെർച്ച് ബട്ടൺ ഉണ്ട്, അവിടെ വീണ്ടും നമ്മൾ ഏരിയ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറേ ഏരിയകളുടെ പേര് കാണും. അതിൽ ജിയോമെട്രിയിലുള്ള ഈ ഡോളർ ഏരിയ കണ്ടോ, അതാണ് നമുക്ക് വേണ്ടത്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ആ പേര് അന്നേരം ഇവിടെ വരും. ഒന്നുമില്ല, അപ്ലൈ ചെയ്യുക, ഓക്കെ കൊടുക്കുക. കണ്ടല്ലോ, ഇപ്പം നമുക്ക് ആ ഏരിയാസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൊടുത്ത സ്കൂളാണത്, ആ സ്കൂളിൻ്റെ ഏരിയ ആണിതാ 16061 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ സ്കൂളിൻ്റെ ഏരിയാസും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.